സോ ഐ ആം ആൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ കുത്തി പിടിക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഏത് പോകുന്നു ആദ്യം ആദ്യം തന്നെ ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. പഴയ ഇരുന്ന ബിൽഡിങ്ങിൽ നിന്നും പുതിയ ബിൽഡിങ്ങിലോട്ട് മാറി. സോ നമുക്കെന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു മാറ്റവും ഇല്ല. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പുറത്തുനിന്നുള്ള ബിൽഡപ്പ് എന്ന് പറയുമ്പം ICC ആണ്. അതൊരു സംഭവമാണ്. CBSE പോലെയേ അല്ല, മെട്രിക്കുലേഷൻ പോലെയേ അല്ല, ICC ആണ്. ആ പെയിന്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഒരു സ്ട്രക്ചറിലാണ്. പിന്നെ അവിടെ വരുന്ന കുട്ടികൾ, അവിടെ വരുന്ന പേരൻസ്, ഇറ്റ് വാസ് എ ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി ഫോർ. സോ കോളേജ് എക്സ്പീരിയൻസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഐ മീൻ ഇതൊരു എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. മീൻസ് എങ്ങനെയാണ് ജീവിതം, നമ്മളെങ്ങനെയാണ് കൂട്ടുകാർ വരുന്നത്, എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ ക്ലാസ്സിലുള്ള അലമ്പുകൾ, ഏത് ആ ഒരു പരിപാടി ഞാൻ സ്കൂളിൽ ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്. സോ ഐ ഹാവ് എക്സ്പീരിയൻസ് സച്ച് തിങ്സ് ഓൺലി ഓൺ മൈ കോളേജ് ഡേയ്സ് ആൻഡ് ഐ ഹാവ് ഡൺ മൈ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആ ടൈമിൽ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കോളേജിൽ പോകാൻ. ആൻഡ് എസ്പെഷ്യലി ഐ വാസ് in my hostel. If you want to do any degree, I would advise you doing a degree. 3 years, 4 years, അതൊന്നും വിഷയമല്ല. Any degree, but do it in a hostel. ഹോസ്റ്റൽ ജീവിതത്തിൽ നമ്മൾ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒന്നാമത്തത് ജീവിതം പഠിക്കും, രണ്ടാമത്തത് ഫുഡിൻ്റെ വാല്യൂ പഠിക്കും. ഞാൻ ഒരു കാലത്തിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത ഒരാളായിരുന്നു. വെജിറ്റബിൾസ് കഴിക്കില്ല എന്ന് വെച്ചാൽ ഒട്ടും കഴിക്കില്ല. എനിക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ വന്നാൽ ഇങ്ങനെ ഒരു സ്പൂണായിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കും. ബട്ട് നൗ ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഫെയർലി എവറിഥിങ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് അതുപരി ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ഫെയർലി എവറിഥിങ്. നമ്മുടെ നാട്ടിലൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ അവിയൽ സ്പെഷ്യലാണ്. അവിയൽ നിങ്ങൾ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐ ഷുവർലി പുട്ട് ഔട്ട് എ ട്യൂട്ടോറിയൽ പ്രോപ്പർ അവിയൽ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അവിയൽ ഇസ് എ വെരി ക്യൂട്ട് ഡിഷ്. കാരണം എരിവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്, ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് ടു യുനോ ഹാവ് എ ഫ്ലേവർ, പ്രോപ്പർ അവിയൽ കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. നല്ല അവിയൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു അവിയൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കാരണം ഇത് ഫുള്ള് വെജിറ്റബിൾസ് ആണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കല്യാണ വീട്ടുകളിലും ശരി, ഇവിടുത്തെ അമ്പലങ്ങളിലുള്ള ഫെസ്റ്റിവൽസിലും ശരി, അവിയൽ വാസ് എ വെരി യുണീക് ഡിഷ്. ഇറ്റ് വാസ് ഗുഡ്, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് നൗ ഐ ഈറ്റ് എ ലോട്ട്. കാരണം ബിക്കോസ് ഓഫ് ഫാസ്റ്റ്, അതായത് ഒരു ടൈമിങ്ങിലുള്ള ഫുഡ്, ടൈമിങ്ങിൽ പോയാൽ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ചില ദിവസം നോൺ വെജ് ആയിരിക്കുക. സോ നോൺ വെജിൻ്റെ അന്ന് നമ്മൾ തിരക്ക് കൂട്ടി പോകും. നല്ല വിശപ്പൊക്കെ ആയിരിക്കും. ആ ഫുഡിനെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണത്. പിന്നെ നാട്ടിലോട്ട് വരുന്ന എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ്. കാരണം നമ്മൾ അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് തിങ്സ് ഒക്കെ എടുത്ത്, പഴയ തുണികളൊക്കെ, അലക്കാത്ത തുണികളൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ ആക്കിയിട്ട് ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുക. അപ്പോൾ എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ മീൻസ് മൈ മദർസ് മദർ. സോ അവർ കുറച്ച് സ്പെഷ്യൽ ഡിഷസൊക്കെ, പേരക്കുട്ടൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ വീട്ടിലെന്നാലും ശരി, വീട്ടിൽ വന്നിട്ട് സോഫയിൽ കിടക്കുന്ന സുഖം ഈ ലോകത്തിലെ ഒരു കുന്നത്തിലും കിട്ടില്ല. വീട്ടിൽ വന്നിട്ട് സോഫയിൽ കിടന്ന് TV ഒക്കെ കാണുന്ന സുഖം ഇത് വേറെ തന്നെ. ആ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ നിൽക്കണം. കാരണം ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചിട്ട് പിന്നീട് അവിടുത്തെ എക്സാംസ് ഒക്കെ എഴുതുക. പിന്നെ എക്സാം ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ നല്ല അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ എക്സാം ഡേയ്സ് ആർ സ്പെഷ്യൽ ഓൾവേസ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാരിൽ നിന്ന് പഠിക്കും, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എക്സാംസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എക്സാംസ്, ഓരോ ആൾക്കാരും ഡിഫറെൻറ്റ് ടോപ്പിക്സ് പഠിക്കും. രാത്രി ഫുള്ളിരുന്ന് പഠിക്കും, 12 മണി വരെയൊക്കെ, 1 മണി വരെയൊക്കെ, അതായത് നൈറ്റ് ഫുള്ളിരുന്ന് പഠിക്കും. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് 1 നൈറ്റ് ഫുള്ളിരുന്ന് പഠിച്ച് പാസ്സായ ആൾക്കാരൊക്കെ അല്ലേ, അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്കറിയാം. ഞാൻ വേണം പരിചയപ്പെടുത്തി തരാം. സോ അതാണ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഐ ഓൾവേസ് റെസ്പെക്ട് ദ പീപ്പിൾ ഹു ആർ ഗോയിങ് ഹോം. പിന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നതിൻ്റെ സുഖം തന്നെ വേറെ. കാരണം കോളേജ് ലൈറ്റുകളൊക്കെ, അതായത് നമ്മളെ സൂര്യനൊക്കെ പോയിട്ട് കോളേജിനെ കാണാൻ തന്നെ ഒരു സുഖമാണ്. കാരണം ആ ഒരു പീസ്. എൻ്റെ കോളേജ് ഒരു സ്പെഷ്യൽ കോളേജായിരുന്നു. അൺലൈക്ക് അതർ കോളേജസ്,
ഞങ്ങളുടെ സിറ്റിയിലൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളൊരു ഞങ്ങളൊരു കാട്ടിൻ്റെ അകത്തായിരുന്നു. സോ കാട്ടിനുപരി ഇറ്റ് വാസ് ഇൻസൈഡ്. കുറച്ച് നല്ല ഇൻറ്റീരിയറാണ്. കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം ആ ലൊക്കേഷനിലോട്ട് പോവേണ്ട. സോ അങ്ങനത്തെ ഒരു 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 സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ. പുറത്ത് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. കാരണം പുറത്ത് പോകണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 3 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് ദ റൈറ്റ് ഓർ 3 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് നടക്കണം. എങ്കിൽ മാത്രമേ വി ക്യാൻ ഗോ. ബട്ട് ദോസ് ഡേയ്സ് വെർ ഈവൻ അമേസിങ്. നമ്മളൊരു സാറ്റർഡേ ഓർ സൺഡേ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഡേ സ്കോളർ പയ്യന്മാർ ബൈക്കിൽ വരുന്നില്ലേ, അവരുടെ കൂടെ പോയിട്ട് പുറത്ത് പോയി പൊറോട്ടയും എന്താ പറയുക, പൊറോട്ടയും ഈ കറിയൊക്കെ വെച്ച് കഴിക്കുന്ന അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഉള്ള, എൻ്റെ കോളേജിൻ്റെ അടുത്ത് ഏറ്റവും ഫേമസ് ഉള്ളതെന്ന് പറയുമ്പോൾ കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട വാസ് റിയലി ഗുഡ് ദെയർ. പൊറോട്ട കഴിക്കുന്നത് ഹെൽത്തി ആണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് അപ്പോഴ് അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. കാരണം നമ്മളൊരു എൻജോയ്മെൻറ്റ് ഫേസ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 2 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഞാൻ അന്നാണ് എക്സ്പീരിയൻസ് ചെയ്തത് ഡ്യൂറിങ് മൈ ഹോസ്റ്റൽ ഡേയ്സ്. കാരണം ഐ ഹാവ് പീപ്പിൾ ഫ്രം കേരള, ഐ ഹാവ് പീപ്പിൾ ഫ്രം തമിഴ്നാട്. സോ എനിക്ക് കേരളയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം, തമിഴ്നാട്ടിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. എങ്ങനെയാണ് അവരുടെ രീതികൾ, എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവരെങ്ങനെയാണ് ഒരു ഡിഗ്രി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ബൈ ദ അതർ ഹാൻഡ് ഓൺ തമിഴ്നാടു, ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ. ബിക്കോസ് അഗെയിൻ ഐ എം ഓൾസോ ഫ്രം എ തമിഴ്നാട് ബാക്ക്ഗ്രൗണ്ട്. ബട്ട് കോർ തമിഴ്നാടിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിൽ കിട്ടിയ സൗഹൃദങ്ങൾ വിച്ച് വാസ് ഗ്രേറ്റ്. യു ഓൾവേസ് ഗെറ്റ് ഫ്രണ്ട്ഷിപ്പ് ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് പീപ്പിൾ, ദ പീപ്പിൾ ഹു ഡോണ്ട് നോ യു. സോ അങ്ങനെ അറിയില്ലാത്ത കുറേ ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് മൈ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്. ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ല, അതായത് നമ്മുടെ ഐ ഓൾവേസ് എ ഗ്രേറ്റ്ഫുൾ പേഴ്സൺ. യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഐ വാസ് ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ നോട്ട് മൈ 10th കേട്ടോ. ഞാൻ 10th കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് പോകുമ്പോൾ ഐ ഗോട്ട് എ റിലീഫ് ബിക്കോസ് ഇറ്റ് വാസ് എ പ്രഷർ. ഞാൻ പറയുന്നത് ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇറ്റ് വാസ് എ പ്രഷർ. കാരണം ആ സ്റ്റുഡൻസ്, അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ ഹോൾ പ്രഷർ എല്ലാത്തിൻ്റെ കൂടെ കോപ്പ് അപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ബട്ട് വൺസ് ഐ കംപ്ലീറ്റ് മൈ 12th ഐ ഫെൽറ്റ് സാഡ്. കാരണം ഒരു സെറ്റ് ഓഫ് എൻവിറോൺമെൻ്റ് ആയിരുന്നു, സെറ്റ് ഓഫ് കൾച്ചറായിരുന്നു, ഡിഫറെൻറ്റ് കൾച്ചറായിരുന്നു. എന്താ പറയുക, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മൈൻഡ്സ് ആയിരുന്നു. സോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് അതില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ബാഡ്. ആൻഡ് ഐ ഫെൽറ്റ് വെരി നൊസ്റ്റാൾജിക് ഫീൽ, എസ്പെഷ്യലി മൈ കോളേജ് ഡേ. ഈ കോളേജ് 4 വർഷം കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി ഫോർ എ ഹോസ്റ്റൽ ഗായ്, 4 വർഷം കഴിഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാംസും ഓരോ ടൈം പീരീഡിലാണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഈ ഹോസ്റ്റൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും പോകുമ്പോൾ വിൽ ഡു സംതിങ് കോൾഡ് ആസ് എ സ്മാൾ വീഡിയോ. ജൂനിയേഴ്സൊക്കെ നമുക്കൊരു ഫെയർവെല്ലൊക്കെ ചെയ്യും. ദേ വിൽ കംപ്ലീറ്റ് ദെയർ എക്സാംസ്. അവർ നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഷോർട്ട് പെയിൻ ഉണ്ട്. അത് നമ്മളവരെ കാണില്ല എന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് കിട്ടില്ല. വൺസ് എ പേഴ്സൺ ഗോസ് ഔട്ട് ഫ്രം ദ ഹോൾ സിറ്റുവേഷൻ, ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ പേരെ എനിക്ക് പരിചയമൊന്നുമില്ല. 1-2 പേര് ആൻഡ് ഹോസ്റ്റലിൽ എനിക്ക് വളരെ അടുത്ത് കൂട്ടായിട്ടുള്ള ഒരാളെ എനിക്ക് നല്ല പരിചയമാണ്, 1 or 2 ടു ബി പ്രിസൈസ്. പക്ഷെ അല്ലാതെ ആരും അങ്ങനെ ക്ലോസ് ആയിട്ടില്ല. ഐ ഡോണ്ട് ബ്ലെയിം ദം, ഐ കാൺട്ട് ബ്ലെയിം മൈസെൽഫ് ഓൾസോ. അവരൊക്കെ അവരുടേതായ ജീവിതമുണ്ട്. ദേ ആർ ഫോക്കസിങ് ഓൺ ദാറ്റ്, സെയിം ആസ് ദാറ്റ് ഫോർ മീ ആസ് വെൽ. ആൻഡ് ആ ലാസ്റ്റ് ദിവസം എക്സാംസ് കഴിഞ്ഞ് കോളേജ് വിട്ട് പുറത്ത് പോകുമ്പോൾ, ഗേറ്റിനെ വിട്ട് പുറത്ത് പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, ഇറ്റ് വാസ് റിയലി സാഡ്. പക്ഷെ അതിന് ശേഷം ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഈ കോൺവെക്കേഷൻ മേടിക്കാൻ വേണ്ടി പോകുമല്ലോ കോളേജിൽ. സോ അതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം കോളേജിൽ കോൺവെക്കേഷൻ മേടിക്കാൻ പോയി.
സോ അപ്പോൾ പോയപ്പോൾ ഇറ്റ് വാസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഒരു സി നമ്മുടെ സ്റ്റുഡൻ്റായിട്ട് കണ്ടിട്ടിരുന്ന ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്റ്റാഫ്സ് എല്ലാവരും നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പഠിച്ച് ഇവിടെ നിന്ന് പോയി എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളായിട്ടോ ആണ് നമ്മളെ കാണുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. പുതിയ ആൾക്കാർ, പുതിയ മാനേജ്മെൻറ്റ് മാറും, സ്റ്റാഫ്സ് മാറും, അങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റമാണ്. ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറും. കോളേജിൽ നമ്മൾ ഇരുന്ന് നിന്ന് നടന്ന ബെഞ്ചുകളൊക്കെ മാറി, സിറ്റുവേഷൻ മാറി. അതായത് മച്ചാനിൽ നിന്നും ബ്രോയിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. സോ എൻ്റെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. ഞാൻ തുടങ്ങിയത് ഒരു വെരി എന്താ പറയുക ഒരു ട്രോമാറ്റിക് ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസിലോട്ടാണ് ഞാൻ തുടങ്ങിയത്. ബട്ട് ഇവൻച്വലി ഡ്യൂറിങ് മൈ 11th and 12th ഐ എക്സ്പീരിയൻസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമോഷനാണത്. പിന്നെ വൺസ് ഇറ്റ് കം ടു കോളേജ് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. സി ഞാൻ ചെന്നൈയിലൊന്നുമല്ല പഠിച്ചത്. ഞാൻ എൻ്റെ ഇവിടെ നാട്ടിന് അടുത്ത് തന്നെയുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. വിച്ച് ഐ റിഗ്രറ്റ് ഓൾവേസ്. ബട്ട് സ്റ്റിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഏത് കോളേജിൽ പഠിച്ചാലും ശരി, ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന എക്സ്പീരിയൻസ്, പിന്നെ ആ ഫിനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മളെങ്ങനെ ഫിനാൻസസ് ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഫോൺസ് ഒന്നും ഇല്ലല്ലോ. ഈ ഫോണിൻ്റെ റീചാർജും ഒരു ചെറിയ പ്രശ്നമാണ്. വീട്ടിൽ ചോദിക്കാൻ പറ്റും. സി ഓബ്വിയസ്ലി വീട്ടിൽ ചോദിച്ചാൽ അവർ ചെയ്യും. ബട്ട് ആഫ്റ്റർ എ പോയിന്റ് ചോദിക്കാൻ പറ്റില്ല. എ ലൈഫ് ഓഫ് എ മാൻ ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ചാലഞ്ചിങ് ആൻഡ് ഡിഫിക്കൾട്ട്. അതിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ദിസ് ഇസ് ഹൗ മൈ എക്സ്പീരിയൻസ് വാസ്. പിന്നെ ഞാനൊരു കംഫർട്ടബിൾ സിറ്റുവേഷനിലല്ല കേട്ടോ. അത് കാരണം I might have not spoken out fully. Thank you guys for watching, and please do follow me. Follow ചെയ്താൽ നമുക്ക് ഇതുപോലത്തെ കോൺവെർസേഷൻസ് കാണാം. So whatever comes in my mind, I'll do have a speak. If you can relate, please do put up a like. And if any of your friends, if you miss, ആ ഷെയർ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ